നമ്മുടെ ശില്പശാലയുടെ അവസാന ഘട്ടത്തിലാണ്. സാധാരണ തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളിന്റെ പ്രസംഗം ഏറ്റവും അവസാനമാണ്. അത് ഗവർണർമാരുടെ പ്രസംഗം, ഗവർണർമാർ പ്രസിഡന്റൊക്കെ പങ്കെടുക്കുന്ന പരിപാടികളാണ്. ഇവിടുത്തെ അതേ തരത്തിലെത്തിയിരിക്കുകയാണ്. കാരണം രമേശയുടെ പ്രസംഗത്തോടു കൂടി അദ്ദേഹം തന്നെ പറഞ്ഞു ഉദ്ഘാടനവും സമാപനവും 2 പ്രസംഗം കൂടെ ഒരുമിച്ച് നടത്തുന്നതോട് നമ്മുടെ ശില്പശാല അവസാനിക്കും. ഈ ശില്പശാല ലക്ഷ്യം വെച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിന്റെ പാർട്ടിയുടെ ചുമതലയുള്ള ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ചുമതലയുള്ള സോമന അവറുകളും അതേപോലെ തന്നെ 2 ജനറൽ സെക്രട്ടറിമാർ കർഷക മോർച്ചയുടെ അവര് ദേശീയ ശില്പശാലയിൽ പങ്കെടുത്തതിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലൂടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഈ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സംശയ നിവാരണം കൂടെ നടത്തിക്കൊണ്ടിരിക്കുക. രമേശയുടെ പ്രസംഗത്തിന് ശേഷം ഞാൻ അധികം പ്രസംഗം നീട്ടുന്നില്ല. ഇവിടെ പാർട്ടി ഏറ്റെടുത്തിരിക്കുന്ന വലിയൊരു ദൗത്യം, പാർട്ടിയുടെ മെമ്പർഷിപ്പ് വീണ്ടും 2014-നും 19-നും ശേഷം വീണ്ടും 23-ന് ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ രാജ്യവ്യാപകമായി സംഘടിപ്പിച്ചിരിക്കുക. നമുക്കറിയാം 2014-ൽ പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീ നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്ത് ഒരു കോൺഗ്രസ് ഇതര ഗവൺമെന്റ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന വർഷം. അത് മാത്രമല്ല 2014-ലെ പ്രത്യേകത, നമ്മുടെ രാജ്യത്ത് ഒരു പാർട്ടി വലിയ പാരമ്പര്യമൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവകാശപ്പെടാൻ ഒരർഹതയില്ല എന്ന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാഷ്ട്രീയ എതിരാളികളൊക്കെ എക്കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ലോകത്തെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി മാറിയ വർഷമാണ് 2014. ഇതൊരു ചെറിയ കാര്യമല്ല. എത്രയോ ക്രാന്തദശ ആളാണ് നമ്മുടെ നേതാക്കന്മാർ എന്നുള്ളതാണ്. 2014 അധികാരത്തിൽ വരുമ്പോൾ ആ അധികാരത്തിന്റെ തുടർച്ച ഈ ഭാരതത്തിന്റെ മണ്ണിൽ അതെക്കാലവും ഉണ്ടാവാൻ അതിശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനം ആവശ്യമാണ് എന്നുള്ള കൃത്യമായ തോന്നലാണ്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് 2014 നമ്മൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. മിസ്റ്റർ വേൾഡ് മെമ്പർഷിപ്പ് ഇതെന്ത് പ്രാകൃതമാണ് എന്ന് നമ്മളെ വിമർശിച്ചവർ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ ഈ രാജ്യത്തുണ്ട്. പക്ഷെ അതിന് വലിയ വിജയമായിരുന്നു. ഏതാണ്ട് 11 കോടി ഇന്ത്യക്കാരെ, ഭാരതീയരെ BJPയുടെ ഭാഗമാക്കിക്കൊണ്ട് നമ്മൾ മുന്നേറിയപ്പോൾ നമുക്കറിയാം ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് അവകാശപ്പെട്ടിരുന്ന അവരുടെ അവകാശവാദത്തെ പോലും പൊളിച്ചുകൊണ്ടാണ് ഭാരതത്തിന്റെ മണ്ണിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ലോകത്തെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി മാറി. ശരിക്കും നമ്മുടെ തുടർ ഭരണം പിന്നീട് ഭാരതത്തിൽ 3ാം തവണയും നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന ആ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം നമ്മൾ അഭിമാനത്തോടു കൂടി പിന്നെ മൈക്കിന്റെ മുമ്പിലായാലും പുതിയ മധ്യത്തിലായാലും പത്രസമ്മേളനങ്ങൾ നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇരുന്നത് തന്നെ ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ്, വക്താക്കളായിട്ടാണ്, പ്രവർത്തകരായിട്ടാണ്. ആ അഭിമാനമാണ് ഇന്നും നമ്മളെ 2019 നമ്മൾ വീണ്ടും ആ മെമ്പർഷിപ്പിനെ ആക്കം കൂട്ടിക്കൊണ്ട് 1ാമത്തെ പാർട്ടിയാണെന്ന് വെച്ചാൽ നമ്മൾ മിണ്ടാണ്ടിരുന്നില്ല. 2019 വീണ്ടും 7 കോടി ജനങ്ങളെ, ഏതാണ്ട് 18-19 കോടി അംഗങ്ങളുള്ള പാർട്ടിയായിട്ട് ഇന്ന് BJP രാജ്യത്ത് നിൽക്കുക. 2019 നമ്മൾ നടത്തുമ്പോൾ അധികം അഡീഷണൽ ആയിട്ടാണ് നമ്മൾ ആൾക്കാരെ ചേർത്തത്. ഇന്നിപ്പോൾ 3ാം വട്ടം നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്ത് ഇത് പ്രതീക്ഷിക്കാത്തവരായിരുന്നു ഏറിയ പങ്കും ആൾക്കാർ. കാരണം 3ാം വട്ടവും നരേന്ദ്രമോദിയും ദേശീയ ജനാധിപത്യ സഖ്യവും അധികാരത്തിൽ വന്നാൽ സമീപകാലത്തൊന്നും ഈ ഗവൺമെന്റിനെ മാറ്റി നിർത്താൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ എതിരാളികൾക്കുണ്ടായിരുന്നു. അവർ സകല പരിശ്രമവും നടത്തി. പക്ഷെ വീണ്ടും നമ്മൾ അധികാരത്തിൽ വന്നു. അതിന്റെ വലിയ ആവേശം അലയടിക്കുന്ന ഒരു ബാക്ക്ഡ്രോപ്പിലാണ് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. കാരണം 2014 നമ്മൾ അധികാരത്തിൽ വരുമ്പോഴുള്ള ആവേശത്തിന്റെ പുറത്ത് തുടങ്ങി വെച്ച ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഒരു സമ്പ്രദായം 2023-ലെ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ നമ്മൾ 3ാം വട്ടവും അധികാരത്തിൽ വരുന്നത് മാത്രമല്ല, സമീപകാലത്തൊന്നും ദേശീയ രാഷ്ട്രീയത്തിൽ, ദേശീയ തലത്തിൽ ഈ മുന്നണിയെയും ഈ പാർട്ടിയെയും പിന്നോട്ടടിക്കാനായി ആർക്കും സാധിക്കില്ല എന്നുള്ള സന്ദേശം കൊടുത്തിരിക്കുന്ന ഒരു ബാക്ക്ഡ്രോപ്പിലാണ്, അല്ലെങ്കിൽ ഒരു പശ്ചാത്തലത്തിലാണ് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്നത്. അപ്പൊ ഇത് വീണ്ടും പാർട്ടിയെ കരുത്തുറ്റതാക്കാൻ വേണ്ടി മാത്രമല്ല, ആ കരുത്ത് ലോകത്തെയും നമ്മുടെ രാജ്യത്തെയും സർവമാന ജനങ്ങളെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ പിന്നിൽ. മറ്റൊന്ന് നമുക്കറിയാം, 2025 നമ്മളെ സംബന്ധിച്ചോളം വലിയ പ്രാധാന്യം അറിയിക്കുന്ന വർഷമാണ്. നമുക്കൊക്കെ പ്രത്യയശാസ്ത്ര അടിത്തറ പകർന്നു തന്ന നമ്മുടെ മാതൃസംഘടന, നമുക്ക് ഏറ്റവും പവിത്രമായിട്ടുള്ള സംഘടനയുടെ 100ാം വാർഷികമാണ്, ശതാബ്ദി വർഷമാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനയും കരുത്തു കാട്ടുന്ന വർഷമാണ്, ശക്തി ആർജിക്കുന്ന വർഷമാണ്.
BJP ഇന്ന് മറ്റേത് സംഘടനകളെക്കാളും മുമ്പിൽ നിന്നുകൊണ്ട് അതിനെ മാതൃക എന്നോണം നമുക്ക് കേരളത്തിലും രാജ്യത്തും ഈ പ്രവർത്തനത്തിന് നമ്മളിപ്പോൾ തുടക്കം കുറിക്കുക. കാരണം 2020 ഞാൻ സൂചിപ്പിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്നുള്ളത് കൊണ്ട് പാർട്ടി തന്നെ തീരുമാനമെടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രിയിൽ നിന്ന് തുടങ്ങുകയാണ് മെമ്പർഷിപ്പ്. ഞാനിത് പറയുമ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഞാൻ കണ്ടു, ഇപ്പോൾ ഈ രാജ്യത്തുള്ളവരാരും BJP മെമ്പർമാരല്ലേ, പിന്നെന്തിനാ ഒന്നേന്ന് പ്രധാനമന്ത്രിയിൽ നിന്ന് തുടങ്ങുന്നതെന്നൊക്കെ ചോദിച്ചു. ഇത് കഴിഞ്ഞ 2014 മിസ്ഡ് വേൾഡ് മെമ്പർഷിപ്പ് വന്നപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്. ഈ പാർട്ടിയെ റിജിനുവേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി, സക്രിയമാക്കുന്നതിന്റെ ഭാഗമായി നരേന്ദ്രമോദി പ്രധാനമന്ത്രി തുടക്കം കുറിക്കുക 2-ാം തീയതി പുതിയതായി മെമ്പർഷിപ്പ് സ്വീകരിച്ചുകൊണ്ട്. ഈ പാർട്ടിയിൽ ഇന്ന് വരെ മെമ്പർഷിപ്പുള്ള മുഴുവൻ പേരും പുതിയ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഒരു ചരിത്രത്തിൽ സമീപകാലത്തൊന്നും പോലും നമ്മുടെ സമീപത്ത് പോലും ആർക്കും എത്താൻ പറ്റാത്തക്കവണ്ണം കഴിഞ്ഞ പ്രാവശ്യം 2.2 കോടിയായിരുന്നു നമ്മുടെ ടാർഗറ്റ് 2019 രാജ്യവ്യാപന നാഷണൽ സെമിനാർ നാഷണൽ വർക്ക്ഷോപ്പിൽ നാഷണൽ ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യം. നമ്മുടെ ലക്ഷ്യം 2.2 കോടിയായിരുന്നു. പക്ഷെ നമുക്ക് 2019 7 കോടി കൂടെ നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഈ 2023 നമ്മൾ ഈ രാജ്യത്തിന്റെ ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ 140 കോടി ജനങ്ങളിൽ വലിയൊരു ശതമാനം ആൾക്കാരെ BJPയുടെ മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് ഈ പാർട്ടിയുടെ ഭാഗമാക്കുമ്പോൾ ഈ രാജ്യത്ത് ഭാവിയിൽ നമ്മളെന്താണോ ലക്ഷ്യം വെക്കുന്നത് ആ ഒരു വലിയ യാത്രയ്ക്കുള്ള തുടക്കമായിട്ട് ഇത് മാറും. അതുകൊണ്ട് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ ഈ ശില്പശാലയിൽ വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാഷണൽ ശില്പശാല നടക്കുന്ന സമയത്ത് കർഷക മോർച്ചയുടെ നാഷണൽ ശില്പശാല ഉണ്ടായിരുന്നു കഴിഞ്ഞ 24-ാം തീയതി. ഞാൻ പങ്കെടുത്തിരുന്നു, ബഹുമാന്യരായ നമ്മുടെ ജനറൽ സെക്രട്ടറിമാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോഴും സംശയമുണ്ട്. ഇവിടെ കണ്ണൂരെ ബഹുമാന്യനായ നമ്മുടെ പ്രസിഡന്റ് ചോദിച്ചു, ആദ്യം 1-ാം തീയതി 2-ാം തീയതി തൊട്ട് 25-ാം തീയതി വരെ സെപ്റ്റംബറിൽ, പിന്നെ ഒക്ടോബറിൽ 1 തൊട്ട് 15 വരെ എന്താണ് ഇതിന്റെ ഡിഫറൻസ്, എന്താണ് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ന് പറയുന്നത് നാളിതുവരെയുള്ള മുഴുവൻ മെമ്പർമാരെയും നമ്മൾ മെമ്പർമാർ വീണ്ടുമാക്കുന്ന ഒരു വലിയ പ്രവർത്തനം ഈ 1-ാം തീയതി തൊട്ട് 25-ാം തീയതി വരെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയതായിട്ടുള്ള ആൾക്കാർ, അതിനപ്പുറത്തൊരു വിഭാഗമുണ്ട്. വളരെ കൃത്യമായിട്ട് നമ്മുടെ ദേശീയ ശില്പശാലയിൽ പറഞ്ഞത് നമ്മുടെ ഔട്ട്റീച്ച് വർദ്ധിപ്പിക്കുന്ന പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് വേണം മോർച്ച മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിക്കാനെന്നാണ്. എന്താ ഔട്ട്റീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു പാർട്ടി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തുമ്പോൾ സ്വാഭാവികമായും നാളിതുവരെ മെമ്പർമാരായിട്ടുള്ള പാർട്ടിക്കാരെയും അതോടൊപ്പം പുതിയതായിട്ട് കുറച്ചുപേരെ ചേർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷെ മോർച്ചകളും നമ്മുടെ സെല്ലുകളും ഒക്കെ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമാകുമ്പോൾ നമ്മുടെ പ്രവർത്തന മേഖലയിൽ നാളിതുവരെ പാർട്ടിയെ പറ്റി ചിന്തിക്കാത്തവർ, പാർട്ടിയുടെ ഭാഗമാകാത്തവരെ നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ തെളിയിച്ചവരാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ സെപ്റ്റംബറിൽ സംസ്ഥാന പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കേരളത്തിൽ സംഘടിപ്പിച്ചു. അതൊരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പിന് തയ്യാറാകാൻ വേണ്ടിയിട്ടുള്ള നടത്തിയിട്ടുള്ള ഒരു പരിശ്രമമായിരുന്നു. കർഷക മോർച്ച ലക്ഷ്യം വെച്ച 1 ലക്ഷം ഏതാണ്ട് 1500 98,000 ഏതായാലും 1 ലക്ഷത്തിന് 1000-1500 കുറവേ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ 1 ലക്ഷത്തിനായിട്ട് ഏതാണ്ട് 1 ലക്ഷം പേരെ പാർട്ടിയുടെ മെമ്പർമാരാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞ സെപ്റ്റംബർ 1 വർഷമാകുന്നതേ ഉള്ളൂ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ 1 ലക്ഷം പേരും പുതിയ ആൾക്കാരാണ്, കർഷകരാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, ഒരു 20%, 25% പുതിയ ആൾക്കാരെ ആ സമയത്ത് പാർട്ടിയിൽ എത്തിക്കാൻ നമ്മുടെ മോർച്ചയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യം. നമുക്കെങ്ങനെ സാധിച്ചത്? അവിടെയായിരുന്നു നമ്മുടെ ഔട്ട്റീച്ച്. കാരണം നമുക്ക് അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, നമ്മൾ ഉണ്ടാക്കിയ FIG-കളുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ സജീവമായി FIG-കൾ പല സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചിരുന്നു. ആ FIG-കളിൽ നമുക്ക് ധാരാളമായി പുതിയ ആൾക്കാരെ പാർട്ടിയെ നമ്മുടെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പല ജില്ലകളിലും. നമ്മളൊരു 3 വർഷം മുമ്പ് ഒരു വലിയ കർഷക മഹാസംഗമം എറണാകുളത്ത് സംഘടിപ്പിച്ചു. ഇപ്രാവശ്യം ഡൽഹിയിൽ ചെല്ലുമ്പോൾ പോലും നമ്മുടെ ദേശീയ നേതാക്കന്മാർ, കർഷക മോർച്ചയുടെ ദേശീയ നേതാക്കന്മാർ എന്ന പരിപാടിയിൽ പങ്കെടുത്ത ദേശീയ അധ്യക്ഷൻ ഉള്ളവർ ഓർത്തെടുക്കുന്നത് നമ്മുടെ കർഷക റാലിയാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് ആ തരത്തിലുള്ളൊരു കർഷക റാലി അല്ലെ കർഷക സംഘടിപ്പിക്കാൻ സാധിക്കുമെന്ന് അവർക്ക് സംശയമായിരുന്നു. അന്നുപോലെ അദ്ദേഹം വേദിയിൽ ഇരുന്ന് ചോദിച്ചത് BJPയുടെ പരിപാടിയാണോ കർഷക മോർച്ചയുടെ പരിപാടിയാണോ എന്ന്. അന്ന് ആ പരിപാടിപ്പെടുത്തവരെ നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ പല ജില്ലകളിൽ നിന്നും പാർട്ടിയുടെ ആൾക്കാരായിരുന്നില്ല. ഒരു 10-25% പാർട്ടിയുമായി ബന്ധമില്ലാത്തവരെ നമുക്ക് പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതാണ് മോർച്ചയുടെ ദൗത്യം. ഈ ദൗത്യം നമുക്ക് ആ ബന്ധങ്ങളുണ്ട്. ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിക്കാനുള്ള നെറ്റ്വർക്ക് ഇന്ന് കേരളത്തിൽ കർഷക മോർച്ചയ്ക്കുണ്ട്.
അതുകൊണ്ട് വളരെ കൃത്യമായി മോർച്ച കേരളത്തിൽ നടപ്പിലാക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമെന്ന് പറയുന്നത് അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നിർബന്ധമായും ഈ വരുന്ന 2-ാം തീയതി മുതൽ 25-ാം തീയതി വരെ പാർട്ടി നേതൃത്വം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ബൂത്തുകളിൽ വലിയ തോതിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തി കഴിഞ്ഞാൽ ഒക്ടോബർ 1 തൊട്ട് 15 വരെ 3 തലത്തിൽ നമുക്ക് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിക്കണം. അതിലൊന്ന് FIGകൾ വിളിച്ചുകൂട്ടി ആ FIGയിൽ കഴിഞ്ഞ നാളുകളിൽ ചേർന്നിട്ടുള്ളവരും അതേപോലെ തന്നെ ചേരാത്തവരുമായിട്ടുള്ളവരെ നമ്മൾ ഈ പറയുന്ന പാർട്ടിയുടെ മെമ്പർഷിപ്പിലേക്ക് നമുക്ക് അവരെ ക്ഷണിക്കാൻ പറ്റണം. അതിൽ ചിലരൊക്കെ നമ്മുടെ പാർട്ടിയുടെ ഈ സെപ്റ്റംബർ മാസം നടക്കുന്ന മെമ്പർഷിപ്പിന്റെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ചിലരൊക്കെ മെമ്പർമാരാകും. അവരെ നമുക്ക് ഒഴിവാക്കാം. പക്ഷെ അതിൽ പെടാത്തവരുണ്ടാവും, ധാരാളം പേരുണ്ടാവും. അങ്ങനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം മുതൽ നിഷ്ക്രിയമായിരിക്കുന്ന നമ്മുടെ FIG സംവിധാനത്തെ പൊടിതട്ടിയെടുത്തുകൊണ്ട് ആ FIGയുടെ പ്രവർത്തനം വീണ്ടും സജീവമാക്കാനും ആരംഭിക്കാനുമുള്ള ഒരു അവസരമായി ഈ വരുന്ന ഒക്ടോബർ 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണും. അപ്പൊ അത് വിളിച്ചു കൂട്ടുന്ന സമയത്ത് നമ്മൾ വളരെ കൃത്യമായി പാർട്ടിയുടെ മെമ്പർമാരെ മെമ്പർഷിപ്പ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കാർഷിക മേഖലയിലെ പദ്ധതികൾ, പ്രവർത്തനങ്ങൾ, പരിപാടികൾ അത് കിട്ടാത്ത, ലഭ്യമാകാത്ത കർഷകർക്ക് അത് കൊടുക്കാനുള്ള ഒരു യോഗങ്ങൾ ആക്കിക്കൂടി അതിന്റെ ഭാഗമായിട്ട് കൂടി നമുക്ക് FIGകളുടെ മീറ്റിംഗ് വിളിക്കാൻ സാധിക്കും. അതാണ് ഒരു മെത്തേഡ്. ഔട്ട്റീച്ച് പ്രോഗ്രാം എന്നുള്ള നിലയ്ക്ക് നമ്മൾ 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ഒക്ടോബർ മാസം തീരുമാനിക്കുന്ന പരിപാടി. നിലവിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIGകളെ സക്രിയമാക്കുക, വിളിച്ചുകൂട്ടുക, അവർക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ ചേരാത്തവരുണ്ടെങ്കിൽ അതിനെ ചേർക്കാനുള്ള അവസരം ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ BJPയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരെ അതേ സ്ഥലത്ത് വെച്ച് തന്നെ നമ്മൾ BJPയുടെ മെമ്പർഷിപ്പ് കൊടുക്കുക. 2, നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് FIGകൾ എല്ലാ സ്ഥലങ്ങളിലും ഇല്ല. പക്ഷെ നമ്മുടെ കർഷക മോർച്ചയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഏറ്റവും കുറഞ്ഞത് 2 കർഷക സംഗമങ്ങൾ നമ്മൾ സംഘടിപ്പിക്കണം. FIGയുടെ പ്രവർത്തനം ഉണ്ടാവില്ല. പക്ഷെ കർഷക മോർച്ച താല്പര്യമെടുത്ത് കർഷക സംഗമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ കർഷക സംഗമത്തിലും കേന്ദ്ര ഗവൺമെന്റിന്റേതായ പദ്ധതികൾ, കാർഷിക മേഖലയിലെ പദ്ധതികൾ, ഇപ്പം ധാരാളം പദ്ധതികൾക്ക് സീരിയലൈസ് ചെയ്ത് മാതൃഭൂമിയിൽ വരുന്നുണ്ട്. കേരളത്തിലെ കർഷകർക്ക് കിട്ടാത്ത കാർഷിക മേഖലയിലെ കേന്ദ്ര പദ്ധതികൾ, ക്രെഡിറ്റ് കാർഡ് പദ്ധതിയുണ്ട്. ഇപ്പൊ പോലും നമ്മുടെ കൃഷിതമാൻ പദ്ധതി ചേരാത്ത ധാരാളം ആൾക്കാരുണ്ട്. ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ബെനിഫിഷ്യറി ആക്കിക്കൊണ്ട് നടത്തുന്ന കർഷക സംഗമങ്ങളിൽ ആ പരിപാടിയോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ പാർട്ടിയുടെ മെമ്പർഷിപ്പിലേക്ക് ചേർക്കാനുള്ള ഒരു അവസരം, ഒരു പകുതി സമയം നരേന്ദ്രമോദിയും ഗവൺമെന്റിനെയും നമ്മുടെ കാര്യങ്ങളും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് ഈ പറയുന്ന മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. 3ാമത് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമുണ്ട്. അതായത് എന്താണോ ഈ വരുന്ന സെപ്റ്റംബർ 2 തൊട്ട് 22 വരെ നമ്മൾ ചെയ്യുന്നത്, ആ പ്രവർത്തനത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ. അതായത് വ്യക്തിപരമായി നമ്മൾ കർഷക വീടുകൾ സന്ദർശിച്ച് കർഷകരെ കണ്ടുകൊണ്ട് കർഷകരെ പാർട്ടിയിൽ ചേർക്കാനുള്ള സംവിധാനം. അപ്പൊ കർഷക മോർച്ച കേരളത്തിൽ വളരെ കൃത്യമായി നമ്മുടെ പ്രവർത്തകർ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ വിഷനുണ്ട്, ദിശാബോധമുണ്ട്. ആ വിഷൻ വളരെ കൃത്യമായിട്ട് ഈ വരാൻ പോകുന്ന ജില്ലാ ശില്പശാലകളെ, നമ്മൾ ജില്ലാ ശില്പശാലകളുടെ തീയതികൾ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ വളരെ കൃത്യമായി കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം. ഒരു പഞ്ചായത്തിൽ പോലും ഒരു കർഷക സംഗമം ഒന്നുകിൽ FIGയുടെ പേരിലോ അല്ലെങ്കിൽ കർഷക സംഗമത്തിന്റെ പേരിലോ നടക്കാത്തതായി ഒരു പഞ്ചായത്തും കേരളത്തിൽ ഉണ്ടാകരുത്. അത് ചെയ്തെങ്കിൽ മാത്രമേ പാർട്ടി ആഗ്രഹിക്കുന്ന ഔട്ട്റീച്ച് വഴി നമുക്ക് നമ്മുടെ പാർട്ടിയുടെ മെമ്പർഷിപ്പ് പ്രവർത്തനം കാർഷിക മേഖലയിൽ കൃഷിക്കാർക്കിടയിൽ എന്താണോ പാർട്ടി ആഗ്രഹിക്കുന്നത് ആ പ്രവർത്തനം നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ കൃത്യതയുണ്ട്. പാർട്ടി പ്രവർത്തകർ കേരളത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന പ്രവർത്തനത്തിനേക്കാൾ ഒരു പടി മുമ്പിലാണ് നമ്മൾ, ഒരു സംശയം വേണ്ട. ഇത് ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ളവരാണ് കർഷക മോർച്ചയിലെ നേതാക്കന്മാരൊക്കെ തന്നെ. അപ്പൊ ഈ ഒരു സ്പിരിറ്റ് താഴെ ഘടകങ്ങളിൽ വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ എഫക്റ്റീവ് മെമ്പർഷിപ്പ് വരാൻ പോകുന്ന കാലത്തൊക്കെ നമ്മുടെ പാർട്ടിയുടെ ചുമതലകളിൽ ഇരിക്കുന്നവർക്കൊക്കെ എഫക്റ്റീവ് മെമ്പർഷിപ്പ് വേണ്ടി വരും. ഇപ്പോഴുള്ള സ്ഥിതി കിസാൻ മോർച്ചയിൽ എഫക്റ്റീവ് മെമ്പർഷിപ്പ് ഉള്ളവരൊന്നും അല്ല. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ജില്ലകളിലൊക്കെ എവിടെങ്കിലും ആരെങ്കിലുമൊക്കെ ഒതുക്കി നിർത്തണമെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരിടമാണ് കർഷക മോർച്ച. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ച പ്രവർത്തകരിൽ കർഷക മോർച്ചയിൽ ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ ഫുൾ ടൈമേഴ്സ് ധാരാളം പേര് പാർട്ടിയിൽ നിന്ന് പോയിരുന്നു. പാർലമെന്റ് മുതൽ നിരവധി മണ്ഡലങ്ങളുടെ ചുമതല വഹിച്ചിട്ടുണ്ട് കേരളത്തിൽ കർഷക മോർച്ചയുടെ. അങ്ങനെയുള്ളവരാണെങ്കിലും നമുക്ക് കർഷക മോർച്ചയിലെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രവർത്തിച്ച് കാണിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കേരളത്തിൽ നമുക്ക് പാർട്ടിയുടെ മുമ്പിലൊക്കെ തന്നെ. അതുകൊണ്ട് ഇനിയുള്ള കാലം നമുക്കൊക്കെ തന്നെ എഫക്റ്റീവ് മെമ്പർഷിപ്പ്, നമുക്കല്ല നമ്മുടെ താഴെ ഘടകങ്ങളിൽ വരെ കർഷക മോർച്ചയുടെ മുഴുവൻ പ്രവർത്തകരും എഫക്റ്റീവ് മെമ്പർഷിപ്പ്
കിട്ടാൻ യോഗ്യതയുള്ളവരായിട്ട് മാറാൻ സാധിക്കും. ഇവിടെ ടാർഗറ്റ് നിശ്ചയിച്ച് പറഞ്ഞു. ആ ടാർഗറ്റ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഒന്നുകൂടെ അടിവരയിട്ട് പറയാം, ഈ വരാൻ പോകുന്ന മാസത്തെ ടാർഗറ്റാണ്. അതായത് ഈ സെപ്റ്റംബർ മാസം നടക്കുന്ന ആദ്യഘട്ട മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ടാർഗറ്റാണ് തന്നത്. അതിനുശേഷം വരുന്ന ഒക്ടോബർ 1 തൊട്ട് 25 വരെയുള്ള പ്രവർത്തനങ്ങളിൽ, അത് 3 തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു. ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അഡീഷണലായി ഒരു 25 തൊട്ട് 30 പേരെയെങ്കിലും ചേർക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പൊ നമ്മുടെ ടാർഗറ്റ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നതിനപ്പുറത്ത് ഒരു 25 തൊട്ട് 30 പേരെയെങ്കിലും ചേർത്തുകൊണ്ട് ഒരു 100-130 പേരെ സംസ്ഥാന തലത്തിലും അതേപോലെ തന്നെ ജില്ലയിലൊക്കെ എത്തുമ്പോൾ ഒരു 75 പേരെയെങ്കിലും മിനിമം ചേർക്കുന്ന പ്രവർത്തകരായി കർഷക മോർച്ചയുടെ താഴെ തട്ടിലുള്ള ഘടകങ്ങളിലുള്ള പ്രവർത്തകരെ വരെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇത് നമുക്ക് സാധിക്കും, നമ്മൾ തെളിയിച്ചിട്ടുള്ളവരാണ്. അതിനുള്ള എല്ലാ ഈ ഒരു അവസരത്തിൽ നമുക്ക് നാഷണൽ ലെവലിൽ നമുക്കൊരു അംഗീകാരമുണ്ട്. സംസ്ഥാന പാർട്ടികൾക്കിടയിൽ കർഷക മോർച്ചയുടെ പ്രവർത്തനങ്ങളെ പറ്റി അത്യാവശ്യം നല്ല അഭിപ്രായമുണ്ട്. ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കഴിയുമ്പോഴും തീർച്ചയായിട്ടും ആ അഭിപ്രായങ്ങളൊക്കെ തന്നെ അതേപോലെ അവിടെ തന്നെ നിലനിൽക്കണം, നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. ഇത് മാത്രമാണ് എനിക്ക് ഈ ഒരു ആമുഖ പ്രസംഗം എന്നുള്ള നിലയ്ക്ക് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളിലൂടെ നമുക്ക് ഇവിടെ സോമൻജിയുടെ സാന്നിധ്യത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ സംസ്ഥാന തലത്തിൽ പാർട്ടിയുടെ ഒരു സംവിധാനത്തെ പറ്റി പറഞ്ഞു. 4 പേരടങ്ങുന്ന ഒരു സംവിധാനം. കർഷക മോർച്ചയെ സംബന്ധിച്ചിടത്തോളം മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി ദേശീയ തലത്തിൽ അവർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൺവീനറെ 2 കോ കൺവീനറെയും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ കൺവീനർ നമ്മുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ശ്രീ അജി ഘോഷാണ്. കോ കൺവീനർമാരായി നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ സുരേഷ് അവിടക്കലും അതേപോലെ തന്നെ മീഡിയയുടെ ചുമതല വഹിക്കുന്ന ശ്രീ രൂപേഷ്, സോഷ്യൽ മീഡിയയുടെ IT-യുടെ ചുമതല വഹിക്കുന്ന ശ്രീ രൂപേഷ്. ഈ 3 പേരാണ് നമ്മുടെ കർഷക മോർച്ചയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് അതിനൊരു കോർഡിനേഷൻ ചെയ്യുന്നവരാണ്. അതേപോലെ തന്നെ ഞാനിവിടെ സൂചിപ്പിച്ച സോമൻജിയാണ് കർഷക മോർച്ചയുടെ സംസ്ഥാന തലത്തിൽ പാർട്ടി നിശ്ചയിച്ചിരിക്കുന്ന നമ്മുടെ കോർഡിനേറ്റർ. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഇവിടെ ഫ്രീ നമ്പറൊക്കെ തന്നിരുന്നു. അതുകൂടാതെ തന്നെ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടാകാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഈ പറയുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ വരാൻ പോകുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഏറ്റവും വലിയ കർഷക മോർച്ചയുടെ ഭാഗത്തു നിന്ന് ഏറ്റവും നല്ലൊരു പ്രവർത്തനമെന്ന് ഭാവിയിൽ പാർട്ടിക്കൊക്കെ വിലയിരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ ഈ ശില്പശാലയിൽ നിർഭാഗ്യവശാൽ 1-2 ജില്ലയുടെ പ്രാതിനിധ്യമില്ല. അതിൽ കോഴിക്കോട് ജില്ല നിർഭാഗ്യമെന്ന് പറയേണ്ട, കാരണം അതിപ്പം കുറച്ച് കാലമായിട്ട് ആ ജില്ലയിൽ നിന്നുള്ള പ്രാതിനിധ്യമില്ല. 13 ജില്ലയിലാണ് ഇപ്പം നമ്മൾ കാര്യമായിട്ട് നമുക്ക് പ്രവർത്തനം. അതിൽ ഉള്ള വയനാട് ജില്ലയിൽ നിന്ന് പ്രാതിനിധ്യമില്ല. ബാക്കി എല്ലാ ജില്ലയിൽ നിന്നും പ്രാതിനിധ്യമുണ്ട്. നമ്മൾ പ്രതീക്ഷയിലേക്ക് നല്ല ശതമാനം ആൾക്കാരെ എത്തിയിട്ടുണ്ട്. നമ്മുടെ രമേശൻ മാഷപ്പോൾ ഉള്ളവർ വളരെ തിരക്കുള്ളവരാണ്. അദ്ദേഹം കണ്ണൂർ ജില്ലാ അധ്യക്ഷനായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം കാസർഗോഡിന്റെ പ്രഭാരി എന്നുള്ള നിലയിൽ മീറ്റിങ്ങുകളിൽ വരാനും പോകാനും ഒരു മനസ്സുകേടുമില്ല. കർഷക മോർച്ചയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പ്രഭാരിമാരെ സംബന്ധിച്ചിടത്തോളം ആ തരത്തിലുള്ള വലിയ പ്രത്യേകതകളുണ്ട്. അതുതന്നെയാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് എല്ലാ ആവനാടിയിലെ അവസാന അമ്പും അസ്ത്രവും ഇടുക്കി എന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പ്രാവശ്യം വന്നു. കഴിഞ്ഞ കമ്മിറ്റിയിൽ നിന്നും വന്നില്ലെങ്കിലും മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായിട്ടൊക്കെ എല്ലാ ജില്ലയിലും നല്ല പ്രാതിനിധ്യമുണ്ട്. ഒരു വലിയ വിജയമാക്കി തീർക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഒരു അനൗൺസ്മെന്റോടുള്ളത്, നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ പുതിയ പ്രസിഡന്റായി നമ്മുടെ പഴയ പ്രസിഡന്റായിരുന്ന അദ്ദേഹം ചില കാരണങ്ങളാൽ സംഘടനാ പ്രവർത്തനത്തിൽ ഇല്ലാതായ സാഹചര്യം ഉണ്ടായി. ശ്രീ വിജയകുമാർ നായർ, അദ്ദേഹം മൈലപ്പുറം സ്വദേശിയാണ്, പത്തനംതിട്ട ജില്ലയിൽ. നേരത്തെ അദ്ദേഹം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് അതിനായി നമ്മുടെ രമേശ് അദ്ദേഹത്തെ ക്ഷണിച്ചു ചെയ്യുന്നു. അപ്പൊ ഈ ശില്പശാലയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതോടെ കഴിഞ്ഞാൽ MD രമേശ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഉദ്ഘാടന പ്രസംഗവും അദ്ദേഹത്തിന്റെ പ്രസംഗത്തോടുകൂടി ഈ ശില്പശാല